ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മുട്ട ഉപയോഗിച്ച് ടേസ്റ്റി സ്നാക്സായ തേങ്ങാമുറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 2-3 ചെറിയുള്ളി അരിഞ്ഞത്, തക്കാളി 1, കറിവേപ്പില, സവാള 1, പച്ചമുളക് 2, ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. ആവശ്യമായ ബ്രെഡ് ക്രംസ്, ഉരുളക്കിഴങ്ങ്, 3 സ്പൂൺ മൈദ, താറാവ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് 10 എണ്ണം. പാൻ ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് സവാള വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് എന്നിവ ഓരോന്നായി ചേർക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള തക്കാളി, കറിവേപ്പില എന്നിവ ഇട്ട് വഴറ്റിയെടുക്കുക. തക്കാളി വഴന്ന് കിട്ടാനായി ഒന്ന് അടച്ചു വെക്കാം. നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ച മസാല പൗഡറുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പുഴുങ്ങിയ മുട്ട, മസാലക്കൂട്ട്, മൈദ, കലക്കിയ മുട്ട, ബ്രെഡ് ക്രംസ് എന്നിവ എടുത്ത് വെക്കാം. ഓരോ മുട്ടയും മൈദയിൽ മുക്കി മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഉരുട്ടിയെടുക്കുക. എല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ടിംഗ് ചെയ്യുക. ഷേപ്പിൽ വരാനായിട്ട് ഡബിൾ കോട്ടിങ്ങും ചെയ്യാം. അങ്ങനെ ഫുള്ളായി ഉരുട്ടിയെടുത്തു. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ആയതിനു ശേഷം കോരിയെടുക്കുക. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. തേങ്ങയുടെ ഷേപ്പിലായെന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ സ്പൈസിയായ തേങ്ങാമുറി ഇവിടെ റെഡിയായി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണിത്.